ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി സമയത്ത് നമ്മുടെ സ്കിന്നിനെ നമ്മളെ സുരക്ഷിതമായിട്ട് വെക്കുന്ന മെത്തേഡുകളാണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ പകൽ നമ്മുടെ സ്കിന്നിന് സൺ ഡാമേജ് ഉണ്ടാകും, അതുണ്ടാകും, ഇതുണ്ടാകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ പകൽ സമയം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. രാത്രിയല്ലേ, ലൈറ്റ് ഇല്ലല്ലോ, നമ്മൾ കിടക്കുമല്ലേ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വിട്ടുകളയും. പക്ഷേ പകൽ എത്രമാത്രം നമ്മൾ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കുന്നു അത്രമാത്രം നമ്മൾ രാത്രിയും സൂക്ഷിക്കണമെന്ന്. രാത്രി എപ്പോഴും നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കുന്നത് നല്ലത്. ഒരു 30 വയസ്സ് കഴിഞ്ഞവർ കേട്ടോ, അതിന് മുന്നേ ഉള്ളവർക്ക് വേണമെന്നൊന്നുമില്ല. കാരണം 30 വയസ്സ് കഴിയുമ്പോൾ സ്കിന്നിൽ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ റെറ്റിനോൾ സഹായിക്കും. എല്ലാം 100% നമുക്ക് പെർഫെക്റ്റായിട്ട് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും 100% തരുന്നില്ല. നമ്മുടെ സൺസ്ക്രീമും 100% ഒന്നൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതലും പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ അങ്ങനെയൊക്കെ ധാരാളം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. എന്നും പറഞ്ഞുകൊണ്ട് നോൺ വെജ് കഴിക്കില്ലെന്നൊന്നുമില്ല കേട്ടോ. നോൺ വെജും കഴിക്കണം. നോൺ വെജ് കഴിക്കണം. എന്നാലും നമ്മൾ നോൺ വെജ് ഒരു 3 ദിവസം കഴിച്ചാൽ ഇതൊരു 4 ദിവസം കഴിക്കണം. നോൺ വെജ് ഉണ്ടെങ്കിലും നമ്മൾ ആഹാരത്തിൽ പച്ചക്കറികളും ഉൾപ്പെടുത്തണമെന്ന്. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഏത് ഫ്രൂട്ട്സ് കഴിച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റായിട്ട് നിർത്താൻ പറ്റുമെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. എല്ലാം കഴിക്കണം. ദിവസവും ഏത് കഴിച്ചാൽ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ തിളങ്ങും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സ്കിന്നിനെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നു അത്രമാത്രം റിസൾട്ട് നമ്മൾക്ക് സ്കിന്ന് തരും. ഇപ്പം പണ്ടൊക്കെ അങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു, ഇപ്പം ഞാൻ കണ്ടു ഇങ്ങനെ ആയി എന്ന് പറയത്തില്ലേ, അതാ.